ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വളരെ ടേസ്റ്റിയായ ഒരു വറുത്തരച്ച കോളിഫ്ലവർ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത നമ്മുടെ കോളിഫ്ലവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചേരുവകൾ നോക്കാം. കുറച്ച് തക്കാളി, ഒരു 2 പച്ചമുളക്, ഒരു അരമുറി സവാള, പിന്നെ കുറച്ച് തേങ്ങയാണ് ആവശ്യമുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഈ കോളിഫ്ലവർ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് നേരമൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അതൊന്ന് ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അങ്ങനെ നന്നായി വഴറ്റിയെടുത്ത ശേഷം ആണ് നമ്മൾ കറി വയ്ക്കാൻ പോകുന്നത്. സാധാരണ പച്ചക്കറികൾ കറി വയ്ക്കുന്നത് പോലെയല്ല, കോളിഫ്ലവർ കുറച്ചുകൂടി ശ്രദ്ധ കാണിക്കണം. കാരണം അതിൻ്റെ ഓരോ ഈ പൂക്കളുടെ ഇതളുകൾക്കിടയിലൊക്കെ ചെറിയ ചെറിയ പുഴുക്കൾ ഉണ്ടാവും. അത് പക്ഷെ നമ്മൾ ഒറ്റ കഴുക്കിലൊന്നും അത് പോയി കിട്ടത്തില്ല. അതുകൊണ്ട് നന്നായി ഇത് നുറുക്കിയ ശേഷം ചെറിയൊരു ചൂടുവെള്ളത്തിൽ അല്പം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു അരമണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെച്ചാൽ മാത്രമാണ് ഈ ഒരു പുഴുക്കളൊക്കെ ചത്ത് ആ വെള്ളത്തിലേക്ക് വരികയുള്ളൂ. എന്നാലാണ് ഇതിൻ്റെ അകത്ത് ഒരുപാട് വിഷവും അടിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് മാറി നമുക്ക് കഴിക്കാൻ പാകുന്ന തരത്തിൽ ആവുള്ളൂ കേട്ടോ. അപ്പോൾ അത് അങ്ങനെ നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേ പാത്രത്തിലേക്ക് തന്നെയാണ് നമ്മൾ കറി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഒരു നുള്ള പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും കുറച്ച് കടുക് കൂടി ഇട്ട് കൊടുത്ത് പൊട്ടിച്ച് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി. സവാള ഒന്ന് പാതി വഴന്നു വരുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എരിവിനനുസരിച്ച് ഇതിൻ്റെയൊക്കെ അളവിൽ മാറ്റം വരുത്താവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്നു വറ്റുക. അപ്പോഴേക്കും നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം അങ്ങ് മാറിക്കഴിഞ്ഞപ്പോഴേക്കും ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് കാശ്മീരി ചില്ലി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഒരു നുള്ള കുരുമുളക് പൊടി, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കോളിഫ്ലവർ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മസാലയായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കാനായിട്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് എണ്ണയിലൊന്ന് വഴറ്റി എടുത്തിട്ടേ ഉള്ളൂ കോളിഫ്ലവർ, കൊണ്ട് തന്നെ വേവ് അത്ര ഒന്നും ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഒരല്പം വേവാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് മൂടി വെച്ച് നമുക്കൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കും. അപ്പോൾ ആവശ്യത്തിന് ഈ ഒരു ടൈമിലാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ തേങ്ങ അരയ്ക്കുന്നതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം. നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നവരെയാണ് വറുത്തെടുക്കേണ്ടത്. തേങ്ങ നന്നായിട്ട് വറുത്തെടുത്ത് ഒരു പകുതി ആകുമ്പോഴേക്കും നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കാം. കരിഞ്ഞു പോവാതെ നോക്കണം കേട്ടോ. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കറിക്ക് ഒരു കയ്പ്പ് രുചിയായിരിക്കും വരിക. അതുകൊണ്ട് ആ മസാല ഒന്ന് നന്നായിട്ട് മൂക്കുന്ന വരെ നമുക്കിനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് തേങ്ങ നന്നായി വറുത്തെടുത്ത ശേഷം തണുത്ത ശേഷം മാത്രമേ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി വറുത്തെടുത്ത് തേങ്ങ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിന്ന് തണുക്കാൻ വെച്ച ശേഷം അരച്ചെടുക്കാം. അപ്പോൾ അത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടാട്ടോ ഞാൻ അരച്ചെടുത്തേക്കും. നല്ല പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നേരം ഇനി കറി അടുപ്പത്ത് വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതാ നമ്മൾ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു 5 മിനിറ്റ് മാത്രം അടുപ്പത്ത് വെച്ചാൽ മതി കേട്ടോ. കറിക്ക് നല്ല ചാറ് വേണം എന്നുള്ളവർ അതനുസരിച്ച് വെള്ളം കൂട്ടിയെടുക്കുക. എനിക്കൊരു കുറുകിയ പരുവത്തിൽ കിട്ടിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. അങ്ങനെ അതാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ കറി. വെന്ത് കഴിയുമ്പോൾ ഒരല്പം പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് അടിപൊളിയായിരിക്കും. അപ്പോൾ ദാ ഈ ഒരു കറി വന്ന് ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നന്നായിട്ട് പോകുന്ന ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.